ഇന്ന് നമുക്ക് ഇലയട ഉണ്ടാക്കാം. ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ള അടയാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കാം. പിന്നെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്തിട്ട് അതിന് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് കൊടുക്കാം. അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒരു തടിയിൽ തവി വെച്ചിട്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് വെള്ളമില്ലാത്ത ഭാഗത്ത് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. ആദ്യമേ ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട, അപ്പോൾ പിന്നെ വെള്ളം കൂടിപ്പോവും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം നമുക്ക് കുഴച്ച് മയപ്പെടുത്തിയെടുത്താൽ മതി. പിന്നെ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്, അത് ഓഫ് ചെയ്തേക്കാം. ഒരു കടായി ചൂടാകുമ്പോൾ ഏകദേശം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് അരക്കപ്പ് തേങ്ങ ചിരകിയും ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. ചെറിയ ഗോൾഡൻ കളർ ആവണ വരെ വറുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. പിന്നെ ആ കടായിൽ തന്നെ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് 3 സവാളയും ഒരു കുടം വെളുത്തുള്ളിയും വഴറ്റിയെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കൊരു 3 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങ വറുത്തതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കട്ടകളൊക്കെ പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയുള്ള നമ്മുടെ അടയുടെ അകത്ത് വെക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇലക്കീറിലോട്ട് മാവ് പരത്തിയിട്ട് വെള്ളം തൊട്ട് പരത്തുക. പിന്നെ നമ്മുടെ മിക്സിങ് വെക്കുക, അത് മടക്കി പ്രസ് ചെയ്ത് വെക്കുക. ഇത്രയുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ അതുപോലെ ചെയ്യുക. എന്നിട്ട് ചുട്ടെടുക്കുക. ആവിൽ പുഴുങ്ങണതിന് നല്ലത് ചുട്ടെടുക്കണതാണ്. നമുക്ക് ഓരോന്ന് ഉണ്ടാക്കുന്നതിനനുസരിച്ച് അപ്പം ചുട്ടെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീർന്ന് കിട്ടും. ഞാൻ ഒരെണ്ണം ചുട്ടിട്ട് പിന്നെ 2 ആക്കി അങ്ങനെ ചുട്ടെടുക്കുക ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടയുടെ പണി കഴിഞ്ഞു. നല്ല ടേസ്റ്റുള്ള അടയാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.